ആടിനെ പട്ടിയാക്കാൻ ദേശാഭിമാനി എന്ന CPM മുഖപത്രത്തിന് പ്രത്യേക കഴിവാണെന്ന് പറയേണ്ടതില്ല. സമാനമായ നിരവധി അനുഭവങ്ങളിൽ ദേശാഭിമാനിയിൽ നിന്ന് പ്രസ്തുത വായനക്കാർക്കുണ്ടായിട്ടുണ്ട്. നിലവിൽ ദേശാഭിമാനിയുടെ പ്രധാന ജോലി സ്വർണ്ണപ്പാളി വിഷയത്തിൽ LDF സർക്കാരിനെയും ദേവസ്വം മന്ത്രിയെയും വെള്ളപൂശുക എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉയർന്നു പൊങ്ങിയ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം LDFന് പ്രത്യേകിച്ച് CPMന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവ വികാസങ്ങളാണ്. ഇതിന് പിന്നാലെയാണ് ദേശാഭിമാനി സർക്കാരിനെ വെളുപ്പിക്കാൻ പാഴ്ശ്രമങ്ങൾ നടത്തുന്നത്. ശബരിമലയെക്കുറിച്ച് ഇത് ആദ്യമായിട്ടല്ല ദേശാഭിമാനി വ്യാജ വാർത്തകൾ ഇറക്കുന്നത്. ശബരിമല ദ്രാവിഡ ആരാധനാ കേന്ദ്രം 351 വർഷം പഴക്കമുള്ള രേഖാ തെളിവ് എന്ന തലക്കെട്ടിൽ പുരാവസ്തു തട്ടിപ്പുകാരനായ മോൻസൺ മാവുങ്കലിന്റെ പക്കലുണ്ടായിരുന്ന ചെമ്പോല ഉദ്ധരിച്ചെഴുതിയ വാർത്ത അന്ന് വലിയ വിവാദമായിരുന്നു. യുവതി പ്രവേശന പ്രതിഷേധ കാലത്താണ് ഈ വ്യാജ വാർത്ത പുറത്തുവന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുമാറ്റിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി പ്രത്യേക സംഘത്തെ നിയമിച്ചത് സർക്കാരും ദേവസ്വം ബോർഡും ആവശ്യപ്പെട്ടിട്ടാണ് എന്നാണ് ദേശാഭിമാനിയുടെ കണ്ടെത്തൽ. പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ആവശ്യം അംഗീകരിച്ചാണ് നടപടി എന്നാണ് ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ച് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ഈ അവകാശവാദം പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് ഹൈക്കോടതി വിധി. വിധിന്യായത്തിൽ ഒരിടത്തുപോലും പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതായി ഒരു പരാമർശം പോലുമില്ല. വിധിന്യായത്തിന്റെ 14-ാം പേജിൽ 25-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: After much deliberation, we are of the view that Sri H. Venkatesh, ADGP, can be appointed as the head of the special investigation team that we constitute to investigate all aspects of the matter related to the Dwarapalakas. The investigation shall be carried out by Sri S. Shashidharan under the supervision of the ADGP. ഈ വാചകത്തിൽ നിന്ന് അന്വേഷണ സംഘത്തെ പോലും ഹൈക്കോടതി നിയോഗിച്ചതാണെന്ന് ബോധ്യമാകും. ഇവിടെ സർക്കാരിന് റോളുമില്ല എന്ന് ബോധ്യമാകും. എന്നിട്ടും ഇല്ലാത്ത അവകാശവാദമാണ് ദേശാഭിമാനി ഉന്നയിക്കുന്നത്. ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാനുള്ള കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇതിലൊന്നും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു റോളുമില്ല. സർക്കാർ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചതെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയത്. നേരത്തെ ശബരിമല യുവതി പ്രവേശന കാലത്ത് 2018 ഡിസംബർ 8-ന് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടെ പുറത്തു കൊണ്ടുവന്ന ചെമ്പോല വാർത്ത തട്ടിപ്പായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. ചെമ്പോലയുടെ ആധികാരികത സർക്കാർ നിഷേധിക്കുകയും ചെയ്തിരുന്നു. 3.5 നൂറ്റാണ്ട് മുൻപ് ശബരിമല ദ്രാവിഡ ആരാധന കേന്ദ്രമായിരുന്നു എന്നും അവിടെ വൈദിക ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന പന്തളം കൊട്ടാരം രേഖ കണ്ടെത്തി. കല്ലൂരിലെ ഡോക്ടർ മോൻസൺ മാവുങ്കലിന്റെ സ്വകാര്യ ശേഖരത്തിലാണ് ഈ രേഖയുള്ളത് എന്നായിരുന്നു അന്നത്തെ ദേശാഭിമാനി വാർത്ത. പിന്നാലെ മാവുങ്കലിന്റെ തട്ടിപ്പ് പുറം ലോകം അറിയുകയും വൈകാതെ മാവുങ്കൽ താമസം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തതോടെ തകർന്നത് ദേശാഭിമാനിയുടെ വിശ്വസ്തതയാണ്.